റഷ്യയിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിനിടയിൽ പിടിയിലായ ഭീകരൻ എന്ന് സംശയിക്കപ്പെടുന്ന സെയ്ദ് ക്രമി മുറോദാലി രാജപാലിസോഡയുടെ വീഡിയോ ക്ലിപ്പിംഗ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ലോകത്തെ നടുക്കിയ ആ ഒരു ദുരന്തം നടന്നത്. നിരവധി ആളുകളാണ് അതിൽ മരിച്ചത്. 150ഓളത്തിലധികം ആളുകൾ മരണത്തിന് ഇടയായ ഒരു ആക്രമണമായിരുന്നു അത്. ഏതായാലും ഇപ്പോൾ അവരുടെ പിടിയിലായിട്ടുള്ള ഈ ഒരു പ്രതി അയാളുടെ ചെവിയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അയാളെ തന്നെ അത് തിന്നാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. തിന്നാൻ തയ്യാറായില്ലെങ്കിൽ വായ കുത്തി തുറന്ന് അതിലേക്ക് ചെവിയുടെ കഷ്ണം കുത്തിക്കയറ്റുമെന്ന് ഗാർഡ് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഡെയിലി മെയിലാണ് ഈ ഒരു ഭീകര ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം ഇയാൾ ചോര വാർന്നൊലിക്കുന്ന ശിരസ്സുമായി നിലത്ത് കിടക്കുന്നതും കാണാം. മറ്റൊരു വീഡിയോയിൽ ഷംസുദ്ദീൻ ഫൈദൂനി എന്ന ഭീകരൻ വായിൽ പതയൊലിപ്പിച്ച് നഗ്നനായി നിലത്ത് കിടക്കുന്നതും കാണാം. ഇയാളുടെ ജനനേന്ദ്രിയത്തിൽ ഒരു മിലിറ്ററി റേഡിയോ ഘടിപ്പിച്ച് ഇയാൾക്ക് വൈദ്യുതി ആഘാതം ഏൽപ്പിച്ചതാണ് ഇയാൾ പതയും നുരയും ഒലിപ്പിച്ച് താഴെ വീഴാൻ ഇടയാക്കിയത്. റഷ്യൻ സൈന്യത്തിന്റെ ഏറെ പ്രിയങ്കരമായ ഒരു ശിക്ഷാവിധിയാണ് ഈ വൈദ്യുതി ആഘാതം ഏൽപ്പിക്കൽ എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന 4 പേരെയും പിന്നീട് മോസ്കോയിലെ ഒരു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കടുത്ത മർദ്ദനത്തിന് വിധേയരായി എന്ന് തെളിയിക്കുന്ന പരിക്കുകളും മുറിവുകളും ഇവരുടെ ദേഹത്ത് ആകെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അവർ അനുഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശിക്ഷ വിധിച്ച് റഷ്യൻ ജയിലുകളിൽ എത്തിയാലായിരിക്കും യഥാർത്ഥ പീഡനം ആരംഭിക്കുക. ലൈംഗിക പീഡനം തന്നെയാണ് റഷ്യൻ ജയിലുകളിലെ ഏറ്റവും വലിയ ശിക്ഷ. ജയിൽ ജീവനക്കാരും മറ്റു ചില ജയിൽ പുള്ളികളും ഇവരെ മാറി മാറി ലൈംഗികമായി പീഡിപ്പിക്കും. അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ ചില ദൃശ്യങ്ങൾ ജയിൽ വിമോചിതരായ ചിലർ പുറത്തുവിട്ടിരുന്നു. കൈകാലുകൾ കൂട്ടിക്കെട്ടി നിലത്ത് കിടത്തിയായിരിക്കും ഇരകളെ ലൈംഗികമായി പീഡിപ്പിക്കുക എന്ന് ഈ വീഡിയോകൾക്കൊപ്പം നൽകിയ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. റഷ്യൻ ജയിലുകളിൽ തടവ് പുള്ളികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ മാത്രമായി ഒരു പറ്റം ആളുകൾ ഉണ്ടത്രേ. ജയിൽ ആശുപത്രികളിൽ കെയറായും മറ്റുമായിരിക്കും പുറമെ ഇവർ കാണപ്പെടുക. എന്നാൽ ജയിലിനകത്തെ ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമായ ഇവരുടെ പ്രധാന ജോലി സംഘത്തിൽ ഉൾപ്പെടാത്ത ജയിൽ പുള്ളികളെ ലൈംഗികമായി പീഡിപ്പിക്കുക എന്നാണതത്രേ. ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ FSIN അല്ലെങ്കിൽ FSB എന്നീ രഹസ്യാന്വേഷണ സംഘങ്ങൾക്ക് കൈമാറും. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായി ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കും. ലൈംഗിക പീഡനത്തിന് പുറമെ തടവുകാരെ എന്നും മർദ്ദിക്കുക എന്നതും ഗാർഡുകളുടെ ഒരു സ്ഥിരം ജോലിയാണ്. റഷ്യയിലെ എല്ലാ ജയിലുകളിലും ഈ പതിവുകളുണ്ട്. കൈകൾ പുറകിൽ കെട്ടി കുനിച്ചു നിർത്തി മുതുകിലായിരിക്കും അടിക്കുക. ഇതിനായി പ്രത്യേകം പരിശീലനം നേടിയ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടത്രേ. റബ്ബർ വടികളായിരിക്കും പ്രധാനമായി ഉപയോഗിക്കുക. ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. എന്നാൽ ചില മർമ്മഭാഗങ്ങളിൽ ഇതിന്റെ മർദ്ദനം ഏൽക്കുന്നത് ഒരു പക്ഷേ ഭാവി ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചെന്നും വരാം. മലയാളി വാർത്ത പ്ലസ്, like, share and subscribe.